നിങ്ങൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ, നിങ്ങൾ ഈ കാണുന്ന ആളുകൾ സംസാരിക്കുന്നത്, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്, ഇതെല്ലാം കാണുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. ഈ സമയത്ത് ഇതുപോലെയുള്ള പ്രളയം, അതുപോലെ മഴക്കെടുതി, ഇതുപോലെയുള്ള സമയങ്ങളിൽ അതീവ ദുഷ്കരമാണ് മാധ്യമ പ്രവർത്തകരുടെ തൊഴിൽ. പ്രത്യേകിച്ച് ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടേഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ ക്യാമറ ആ ദൃശ്യങ്ങൾ പകർത്തുക. അപ്പം സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് പല സമയങ്ങളിലും മാധ്യമപ്രവർത്തകർ അവരുടെ തൊഴിൽ ചെയ്യുന്നത്. ഇന്ന് മലപ്പുറത്ത് നിന്ന് വന്ന ദൃശ്യങ്ങൾ അതിൻ്റെ സാക്ഷ്യവുമാണ്. റിപ്പോർട്ടിങ്ങിനിടെ കൺമുന്നിൽ മണ്ണിടിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് മലപ്പുറത്തെ മാധ്യമപ്രവർത്തകർ. പാണക്കാട്ടെ മണ്ണിടിച്ചിലിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത് അതാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അതൊക്കെ പലരും അവിടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ആ വാർത്ത അറിയാനും അറിയിക്കാനും വേണ്ടിയെത്തിയ മാധ്യമപ്രവർത്തകരാണ് ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുന്നത്. അവരുടെ കയ്യിൽ അത്രയും ഭാരമുള്ള ക്യാമറയുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുണ്ട്. അതെടുത്താണ് അവർ രക്ഷപ്പെട്ടത്. അവിടെ നിന്ന് ചില മാധ്യമപ്രവർത്തകർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. ഇതിനിടയിൽ അരുൺ അമർനാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, എളുപ്പമല്ല ഇതുപോലെയുള്ള സമയങ്ങളിൽ സ്പോട്ടിൽ പോയി കാര്യങ്ങൾ പറയുക, കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളത്. അത്തരത്തിൽ അപകടത്തെ മുഖാമുഖം കണ്ട ഒരു സാഹചര്യം കൂടിയാണ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അവിടെ നേരിട്ടത്. കാരണം നമ്മുടെ ആ മേഖലയിൽ എത്തുന്നു, അപ്പോൾ മണ്ണിടിയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് അവിടെ എത്തിയത്. അവിടെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം നൽകുന്ന ആ സമയം തൊട്ട് ആ മേഖലയിൽ നിന്ന് മണ്ണുകൾ ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഓരോ ഘട്ടത്തിലും ഇടിഞ്ഞു. അപ്പോൾ തന്നെ സംശയം പ്രകടമായതാണ്. അത്തരത്തിൽ മുകൾ വശത്തുള്ള ആ കുന്ന് ഉൾപ്പെടെ താഴേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു. ആ രീതിയിലൊക്കെ ഗതാഗതം അവിടെ നിയന്ത്രിച്ച് ആളുകളൊക്കെ അവിടെ മാറി നിൽക്കുന്ന ആ ഘട്ടത്തിലാണ് നമ്മൾ പ്രതീക്ഷിച്ചതിലും ആഘാതത്തിൽ ആ ഒരു കുന്ന് ഉൾപ്പെടെ താഴത്തേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആകെ തെറിക്കുകയായിരുന്നു. നമ്മളൊക്കെ ആ ഭാഗത്തു നിന്ന് ഓടുമ്പോൾ നമ്മൾ കാണുന്നത് ഈ വൈദ്യുതി പോസ്റ്റുകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് പൊട്ടി വീഴുന്ന ആ ഒരു കാഴ്ചയായിരുന്നു. ആ സമയത്തായിരുന്നു. പിന്നീടാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും സുരക്ഷിതരല്ലേ എന്നൊക്കെ തിരിച്ചറിയുന്ന ആ സമയം. അത് വല്ലാത്തൊരു ചങ്കെടുപ്പിന് തന്നെയായിരുന്നു. അതാണ് ഓരോ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓരോ ദുരന്തമുഖത്തും ഓരോ അപകട സമയത്തും ഒക്കെ നമ്മളല്ല ഈ നാട് തന്നെ നേരിടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭീകര അനുഭവം തന്നെയായിരുന്നു ആ സമയത്ത്. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു നേർക്കുനേർ ഒരു അനുഭവം എനിക്കുണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ക്യാമറ നമ്മുടെ ദൃശ്യങ്ങൾ പകർത്തി അഭിത്തങ്ങൾ ഉൾപ്പെടെ പ്രതികരണം കഴിഞ്ഞ മണിക്കൂറിൽ നമ്മളൊക്കെ കേൾപ്പിച്ചതുമാണ്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ്. അവിടെ ആ മണ്ണിടിഞ്ഞ മേഖലയിലേക്ക് കംപ്ലീറ്റായി ഇത്തരത്തിൽ പൂർണ്ണമായി തന്നെ ബാരിക്കേഡ് കെട്ടി പോലീസ് അവിടെ നിയന്ത്രിക്കുന്നുണ്ട്. അവിടേക്ക് ആളുകളെ എന്തായാലും പ്രവേശിപ്പിക്കുന്നില്ല. ആളുകൾ വരുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മേഖലയിൽ മറ്റ് ജനവാസമൊന്നുമില്ല, പക്ഷേ പ്രധാന പാതയാണ്. ആ ഗതാഗതം ക്രമീകരിക്കണം എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള ലക്ഷ്യം എന്നുള്ളത് തന്നെയാണ്. അത് പ്രധാന ഒരു സംസ്ഥാന പാതയിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. എങ്കിലും അതിൻ്റെ നടുക്കം അപ്പോഴും ആളുകൾക്ക് വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. അത് കൺമുന്നിൽ കാണുകയായിരുന്നു. അത് ഓടി മാറാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഉൾപ്പെടെ പരിക്കേറ്റ നമ്മുടെ കൈരളി TV-യുടെ ക്യാമറാമാനൊക്കെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ സുരക്ഷിതനാണ്. എന്തായാലും ഇനിയും മഴയും ഉൾപ്പെടെ ഇത്തരത്തിൽ മണ്ണിടിച്ചിലിന്റെ ഒക്കെ സാധ്യത നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കൈരളി TV-യുടെ ക്യാമറാമാൻ പരിക്കേറ്റിന് ചെളിയിൽ മൊത്തം കുതിർന്ന് നിൽക്കുകയാണ്. ജോലി ചെയ്യാൻ പോയതാണ്. എളുപ്പമല്ല ഇതുപോലെയുള്ള സമയങ്ങളിൽ, ഇതുപോലെയുള്ള ഈ ദുരന്ത മുഖത്ത് നിന്ന് വാർത്തകൾ അറിയിക്കുക, പറയുക, ആ ദൃശ്യങ്ങൾ പകർത്തുക, പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. അത് പല സമയങ്ങളിലും ജീവന് പോലും ആപത്താകുന്ന തരത്തിലേക്ക് മാറാറുമുണ്ട്.